ചെറുപ്പക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള എന്ത് ഊർജ്ജമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്. നമ്മളെല്ലാം കൾപ്രിറ്റുകളാണ്. നമ്മുടെ സൊസൈറ്റി അടഞ്ഞ സൊസൈറ്റിയാണ് മലയാള സൊസൈറ്റി. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുവാന്നേ, ഒരു രക്ഷയില്ല. അവൾ ഇന്ന് എന്താ ഉടുത്തത്, അവൾ എന്താ കഴിച്ചത്, അവൾ ആരുടെ കൂടെയാ പോയെ, അവന്റെ കൂട്ടുകാരി ഇപ്പൊ ആരാണ്, അവരെത്ര മുറിയുള്ള ബെഡ്റൂമിലാണ് എത്ര റൂമുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഇപ്പൊ ഏത് കാറാ വാങ്ങിച്ചത്, ഇങ്ങനെ അന്യന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അറിയാനും അതനുസരിച്ച് അവരെ വിലയിരുത്താനും ഇങ്ങനെ ഒരു ഒളിഞ്ഞുനോട്ടം വലിയ ഒരു 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 ഇഷ്ടമാണ് നമ്മുടെ ആളുകൾക്ക്. ഫാന്റസിയാണ് മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞ് അതിന്റെ കഥ പരത്തി ഒക്കെ. അപ്പൊ അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അത്ര ഇഷ്ടമല്ല. അവരോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പൊ എവിടെ പോവുക, ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കുളക്കടവിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയെ കണ്ടാലും ഒരാള് ചേച്ചി കുളിക്കുക അല്ലയോ എന്ന് ചോദിക്കും. ഒരു ചോദ്യമാണ്, എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇതൊന്നും ഇഷ്ടമല്ല. അവരോട് മാറ്റർ ഓഫ് ഫാക്ട് ആയിരിക്കുക, റിയാലിറ്റിയിൽ പറയാ. യെസ്, മാറ്റർ ഓഫ് അവർക്ക് അതിശയോക്തി ഇഷ്ടമല്ല, ആഭരണങ്ങൾ ഇഷ്ടമല്ല, നിങ്ങളുടെ അനാവശ്യമായ നിങ്ങളുടെ പുകഴ്ത്തലുകൾ അവർക്ക് ഇഷ്ടമല്ല. മാറ്റർ ഓഫ് ഫാക്ട്, കം ടു ദ പോയിന്റ് പ്ലീസ്, ഡയറക്റ്റ് കം ടു ദ പോയിന്റ്. അതാണ് അവരുടെ ഒരു ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ളവരുടെ അവർക്ക് ഈ പറയുന്ന അവിടെയാണ് ഈ തന്ത വൈബ്, അമ്മാവൻ വൈബ്, അമ്മച്ചി വൈബ്, അമ്മാവി വൈബ് ഒക്കെ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ ആവശ്യമില്ലാതെ പിന്നെ മറ്റൊരു കാര്യം, ചെറുപ്പക്കാരെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ആരും ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും ചെയ്യുന്നത്, നമ്മൾക്ക് കുറച്ച് വയസ്സ് കൂടുതലുള്ളത് കൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഭാവമാണ് അല്ലേ. നമ്മുടെ എല്ലാ വീടുകളിൽ അങ്ങനെ ആളുകളുണ്ട്, സമൂഹത്തിൽ ഇറങ്ങിയാലും അങ്ങനെ. അവരങ്ങ് പഠിപ്പിക്കാൻ ഇറങ്ങുകയാണ് പിള്ളേരെ, അവരങ്ങ് ഉപദേശിക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക് നോക്കൂ, 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഉപദേശം ഇഷ്ടമല്ല. ഉപദേശിക്കരുത്, അവരോട് സംസാരിക്കാം, അവരോടിരുന്ന് കളിതമാശയൊക്കെ പറയാം. എന്തൊക്കെ ഉണ്ടേ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഉദ്ദേശിക്കുമ്പോഴാണ് തർക്കുത്തരം കൂടെ വരുന്നത്. സ്നേഹത്തോടെ സംസാരിച്ച ഒരു പ്രശ്നം വരില്ല. കാരണം അവർക്ക് വിശ്വാസം വരണം, അവർക്ക് തോന്നണം ഇതെന്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അയാളുടെ കൂടെ ഓക്കെ, ഐ ക്യാൻ ഗെറ്റ് അലോങ്, എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം മിണ്ടാമെന്ന് തോന്നുന്ന ഒരവസ്ഥയില്ലേ, ആ അവസ്ഥ സൃഷ്ടിക്കാൻ നമ്മുടെ മുതിർന്നവർ ഇപ്പോ ഇവിടെ ഇല്ല, പക്വതയില്ല. അതെങ്ങനെ പറ്റും? നമ്മുടെ മുതിർന്നവരൊക്കെ ഈ പറഞ്ഞ പുതിയ ഫാന്റസിയുടെ പിറകിലല്ലേ. എങ്ങനെയാണ് ടച്ച് ഫോൺ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇൻസ്റ്റയിൽ കയറേണ്ടത്, എങ്ങനെയാണ് അവിടെ കയറിയിട്ട് ആളിനെ 2 തെറി കൊടുക്കുക, അവന് 2 ട്രോൾ ഇറക്കുക. മുതിർന്നവരൊക്കെ അതിലാണ്. അത് കഴിഞ്ഞിട്ട് ബൂറിന്ന് ഇറങ്ങി വന്നിട്ട് കുട്ടികളെ ഉപദേശിക്കും. കുട്ടികൾക്ക് പുച്ഛവും പരമപുച്ഛവുമായിരിക്കും. അപ്പൊ അങ്ങോട്ട് അവർ പ്രതികരണം കാണിക്കുന്നത് എങ്ങനെയാണ്? ഒച്ചത്തിൽ ആ ഡോർ അങ്ങോട്ട് അടച്ചു കൊടുക്കും. മിണ്ടിയില്ലെങ്കിൽ ഒച്ചത്തിൽ ആ ഡോർ അങ്ങോട്ട് അടച്ചു കൊടുക്കും. അപ്പോൾ അത് അപ്പനുള്ള മറുപടിയായി, അല്ലെ അമ്മയ്ക്കുള്ള മറുപടിയായി. ഈ ഫ്രിക്ഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക സൊസൈറ്റി. അപ്പൊ കുട്ടികൾ ഈ ഫ്രിക്ഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഓട്ടമാണ്. ഇപ്പം ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇനിയുള്ള കല്യാണങ്ങൾ നടത്തുന്നതിന് മുമ്പായി എലീസ ടെസ്റ്റ് നിർബന്ധമാക്കണമെന്നുള്ള. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് തന്നെയാണോ പറയുന്നത്, അത് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നിലുള്ള? പക്ഷെ വിവാഹത്തിന് മുന്നേ മാത്രമല്ല, നമ്മൾ റിലേഷൻഷിപ്പിൽ പെടുകയാണെങ്കിൽ പോലും എലീസ ടെസ്റ്റ് നോക്കിയിട്ട് വേണം. അല്ല, മിനിമം വിവാഹത്തിൽ വന്നാലല്ലേ നിങ്ങൾ ഒരാളുമായിട്ട് ലിവിങ് ടുഗദറിന് പോകുമ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടി ഡേറ്റിംഗ് നടത്തുമ്പോൾ, ഇപ്പൊ ഡേറ്റിംഗ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോ അതാണ്, അതും വലിയൊരു മാറ്റമാണ്. പണ്ട് സുബ്രഹ്മണ്യപുരം സിനിമയിലെ പോലെ അക്കരെ ഇക്കരെ നിന്ന് മതി, സൈക്കിളിൽ പോകുമ്പോൾ കൂടെ പോയാൽ മതി, ഒരു കത്തൊക്കെ എഴുതി ഇങ്ങനെ ഇട്ട് കൊടുത്താലൊക്കെ മതി. മനസ്സിലായില്ലേ? പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ആ കത്തെടുത്തോണ്ട് പോകും, പതിയെ ഇരുന്ന് വായിക്കും, പ്രേമമായി പ്രണയമായി കുളിരായി തലേണയുടെ അടിയിൽ വെച്ചു ഉറങ്ങി. മനസ്സിലായില്ലേ? ആ കാലമൊക്കെ പോയി, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മനസ്സിലായില്ലേ? ഇപ്പോ അനാഘാത കുസുമം എന്നൊക്കെ പറഞ്ഞ് ഉള്ള സങ്കല്പങ്ങളൊക്കെ പോയി. ഇപ്പോ ഡേറ്റിംഗ് ആപ്പിൽ ഈ എലീസ ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാലം വരും. അത് ചർച്ച വരുന്നുണ്ട്, ആ വീഡിയോയുടെ താഴെ ആ ചർച്ച വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാല്, എൻ്റെ ഒരു അഭിപ്രായത്തില് എല്ലാ ബന്ധങ്ങളും ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളതാണ്. അത് സൗഹൃദ ബന്ധമായാലും നമ്മൾ ഇരിക്കുകയും കിടക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കി വെക്കില്ലേ, കിടക്കുന്ന കിടക്ക, ഉപയോഗിക്കുന്ന ബാത്റൂം, ഇതെല്ലാം നമ്മളുടെ ഒരു കൾച്ചറായി മാറണം. പക്ഷെ നമ്മൾ വലിയ വീടൊക്കെ പണിയും, ബാത്റൂമിന് ഒട്ടും വൃത്തി ഉണ്ടാവില്ല. പണിയുമ്പോൾ നമ്മൾ വലിയ ടൈലോ അത് ഇതൊക്കെ നോക്കി മേടിച്ചൊക്കെ വെക്കും. പക്ഷെ അത് ക്ലീൻ ചെയ്ത് വെക്കുന്ന വീടുകളും ഇടങ്ങളും വളരെ കുറവാണ്. അപ്പോൾ പലപ്പോഴും നമുക്കത് അനുഭവപ്പെടാറുണ്ട്. എന്നതുപോലെ എല്ലാ ഇടവും ഹൈജീൻ ആകുക, എല്ലാ ബന്ധങ്ങളും ഹൈജീൻ ആകുക, ഇതൊക്കെ ഒരു അനിവാര്യതയാണ്. ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ അടിസ്ഥാന ശിലകളാകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ വിവാഹം തന്നെ ഒരു അനാവശ്യ പ്രസ്ഥാനമാണ്.
കാരണം നിങ്ങൾ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ സെപ്പറേറ്റ് വിളിച്ച് നിർത്തി ചോദിച്ചാൽ അവരാരും സാറ്റിസ്ഫൈഡ് അല്ല. എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. 10-20 വർഷം ജീവിച്ചിട്ട് എന്തിനായിരുന്നു, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ കാരണവന്മാർ തീരുമാനിച്ചു, വലിയ കല്യാണം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമുള്ളതാണോ വേണ്ടേ, അതാണ് കുട്ടികൾ ഇപ്പം തീരുമാനിക്കുന്നത്. എനിക്ക് വിവാഹം വേണ്ട എന്ന് കുട്ടികൾ തീരുമാനിക്കുന്നത് അച്ഛനമ്മമാരുടെ വിവാഹം കണ്ടിട്ടാണ്. അല്ലെങ്കിൽ കുടുംബത്തുള്ള പല ആളുകളുടെയും ഫെയിലിയർ വിവാഹങ്ങൾ കണ്ടിട്ടും ആ വിവാഹങ്ങളിലെ അളിപിളി ചളി പരസ്പരം ബന്ധമില്ലാതെയും നാട്ടുകാരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഐഡിയൽ കപ്പിൾസ് ആയിട്ട് ജീവിക്കുക. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഐഡിയൽ കപ്പിൾ ആകാൻ വളരെ എളുപ്പമാണ്. ഭാര്യ ഭർത്താവിന്റെ ബർത്ത്ഡേ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നു, അപ്പുറത്തെ മുറിയിലിരുന്ന് ഭാര്യയ്ക്ക് ആശംസ നേരുന്നു, ഇപ്പുറത്തെ മുറിയിലിരുന്ന് ഭാര്യ ഐ ലവ് യു പറയുന്നു, വിവാഹ വാർഷികങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുന്നു. പിന്നെ ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങൾക്ക് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു കാറിൽ കയറിപ്പോയി അവിടെ ചെന്നിറങ്ങി ഐഡിയൽ കപ്പിൾ ഫോട്ടോ ഫ്രെയിമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇപ്പോൾ നല്ല ശതമാനം ഫാമിലികൾ. അപ്പൊ ഇതൊക്കെ ആ വീടുകളിൽ വളരുന്ന കുട്ടികൾ കാണുന്നുണ്ടേ. നിങ്ങൾക്ക് നാട്ടുകാരെയല്ലേ കവിളിപ്പിക്കാൻ പറ്റുള്ളൂ, സ്വന്തം മക്കളെയോ അനന്തരവരെയോ ആ കുടുംബത്തിൽപ്പെട്ടവരെയോ ഒന്നും കവിളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള യാതൊരു പ്രോഫിറ്റും ഇല്ലാത്ത കുറച്ച് ബേർഡൻ തലയിൽ കയറി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വിവാഹം എന്ന കാര്യം ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു നിങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് നടന്നുപോയി 10 വർഷം ഒരാളുടെ കൂടെ താമസിച്ചു, 2 പിള്ളേരെ തോളെ കിട്ടുകയാണ്, കുറെ കടങ്ങൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സൗഹൃദങ്ങൾ മുഴുവനും പോയി. നിങ്ങൾ ബിസിനസ് ആണെന്നേ ഇത്. നിങ്ങൾ രണ്ടാമതൊരു ജീവിതം തുടങ്ങുന്നത് നിങ്ങൾ ഒന്നേന്ന് വന്നിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, സ്ഥലം കണ്ടുപിടിക്കണം, പുതിയ കൂട്ടുകാരെ കണ്ടുപിടിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇതൊരു 1% പോലും പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യലാണ് വിവാഹം. അപ്പോൾ അവിടെ നിങ്ങൾ ആരോഗ്യം നോക്കണം. നിങ്ങൾ ആരോഗ്യമാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ഒരാളുടെ കൂടെ പോയി നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ ലൈഫ് ഷെയർ ചെയ്യുക, ഫിസിക്കലി മെന്റലി ഒക്കെയാണെന്നേ, അള്ളിപൊളിയാണ്, ഭയങ്കര ചപ്പുചവർ ഏർപ്പാടാണ് സത്യം. അതുവരെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളിൻ്റെ കൂടെ പോയിട്ട് അയാളുടെ കിടക്ക പങ്കിടണം, അയാളുടെ ഡ്രസ്സ് പിന്നെ നമ്മൾ കൈകൊണ്ടെടുക്കണം, ഇതൊക്കെ പ്രശ്നമാണെന്നേ. ഇപ്പം വിയർപ്പ് പ്രശ്നമാണ്, അത് നമ്മുടെ ഒരു പിന്നെന്താണ് വിസർജ്യമാണ്. ഇങ്ങനെ നമ്മൾ ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് അതുവരെ നമ്മളായി നിന്ന് ഒരാൾ പോയിട്ട് ഇടപെടാൻ പോകുന്ന ഒരു ചെറിയ പ്രസ്ഥാനമാണോ? ഒരു ഭയങ്കര സംഭവമാണ്. ആരും ഇങ്ങനെ ചിന്തിക്കുന്നില്ലേ, അതാ പ്രശ്നം. ഈ പറയുമ്പോഴെല്ലാം ഇതെല്ലാം ഇത് നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, അല്ലെങ്കിൽ മതത്തിന് ഇത് സംസ്കാരം ഇല്ലായ്മയാണ് ഇതൊന്നും ചിന്തിക്കാതിരിക്കുന്നത്. എന്താണെന്നറിയാമോ, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷനിലാണ് എല്ലാ ചർച്ചയും നടത്തേണ്ടത്, പ്രിക്കോഷൻ എടുക്കേണ്ടത് അതിന്റെ പ്രിപ്പറേഷൻ മോഡിലാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കോടതി വരാന്തയിൽ നിന്നിട്ട് രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അമ്മോ, അന്ന് വരെ കേട്ടിട്ടില്ലാത്ത തെറിയാണ് പരസ്പരം വിളിച്ച് പറയുന്നത്, അല്ലേ? 10 വർഷം കൂടെ താമസിച്ച ഒരാളെ ഒഴിയാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിന്റെ സഹായത്തോടെ അയാൾക്ക് ഫീസ് കൊടുത്ത് കള്ളം പറയിപ്പിക്കുക. ഇതിൽ പരം നാണക്കേട് വേറെ വല്ലതുണ്ടോ? എന്തൊരു മോശമാണ്. ഏതെങ്കിലും ഒരു കപ്പിൾസ് പിരിയുമ്പോൾ കോടതിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പരസ്പരം ചെളിവാരി അറിയാതെ കോടതി വിടുവോ അവരെ?